അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വതആല ബഹുമാനിച്ച സൃഷ്ടിവിഭാഗമാണ് മനുഷ്യർ. അതിനാൽ ഇതര സൃഷ്ടിവിഭാഗങ്ങളെ അപേക്ഷിച്ച് മനുഷ്യർക്ക് അള്ളാഹുവിനോടുള്ള കടപ്പാട് വളരെ ഗൗരവമേറിയതാണ്. ഈ വസ്തുത ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് മനുഷ്യരിൽ നിന്നുള്ള ദൂതന്മാരെ അള്ളാഹു തിരഞ്ഞെടുത്ത് മനുഷ്യരിലേക്ക് പറഞ്ഞയച്ചത്. അവർ അവരുടെ ദൗത്യം കൃത്യമായി നിർവഹിച്ചുകൊണ്ടാണ് ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത്. അവർ മനുഷ്യകുലത്തെ പഠിപ്പിച്ച വിശ്വാസത്തിലൂടെയും അനുഷ്ഠാനത്തിലൂടെയും മനുഷ്യൻ അള്ളാഹുവിനോടുള്ള കടപ്പാട് പൂർത്തീകരിക്കുവാനുള്ള പരിശ്രമത്തിൽ ഏർപ്പെടേണ്ട ബാധ്യത മനുഷ്യ സമൂഹത്തിൽ നിക്ഷിപ്തമാണ്. എന്നാൽ സൃഷ്ടിപരമായി മനുഷ്യനിലുള്ള ദൗർബല്യം നിമിത്തം പലപ്പോഴും ആ വസ്തുതയെ വിസ്മരിച്ചുകൊണ്ട് മനുഷ്യൻ തെറ്റിലേക്ക് വഴുതി വീഴാറുണ്ട്. അങ്ങനെ തെറ്റിലേക്ക് വഴുതി വീഴുന്ന മനുഷ്യരെ അല്ലാഹു സുബ്ഹാനഹു വതആല തള്ളിക്കളയുകയല്ല ചെയ്യുന്നത്. മറിച്ച് അടിമകൾ അവരുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ച അപാകതകൾ മനസ്സിലാക്കി പശ്ചാത്തപിച്ച് മടങ്ങി വരാൻ തയ്യാറാണ് എങ്കിൽ അവരെ സ്വീകരിക്കാൻ അല്ലാഹു സദാ സന്നദ്ധനായിരിക്കുന്നു എന്ന് അല്ലാഹു സമൂഹത്തെ പഠിപ്പിച്ചിരിക്കുകയാണ്. അത് സംബന്ധമായി പ്രവാചകന്റെ ധാരാളം ഹദീസുകളും ഈ വസ്തുത സമൂഹത്തെ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല ആ വസ്തുത വളരെ വിശദമായി വിശുദ്ധമായ ഖുർആനിൻ്റെ പല ഭാഗങ്ങളിലും പരാമർശിച്ചിട്ടുണ്ട്. അള്ളാഹു ഒരിടത്ത് പറയുന്നു, ആരെങ്കിലും പശ്ചാത്തപിച്ച് മടങ്ങുകയും സത്യവിശ്വാസം കൈക്കൊള്ളുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്താൽ അവരുടെ തിന്മകൾക്ക് നന്മകളെ അള്ളാഹു പകരമാക്കുന്നതാണ്. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കാരുണ്യവാനുമാകുന്നു. അവരുടെ തിന്മകൾക്ക് നന്മകളെ പകരമാക്കുന്നതാണ് എന്ന് പറഞ്ഞതിൻ്റെ വിവക്ഷ മഹാന്മാരാകുന്ന ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നു, അവരുടെ തിന്മകളെ അള്ളാഹു മായ്ച്ചു കളയുകയും ആ സ്ഥാനത്ത് നന്മകളെ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു എന്നാകുന്നു. മറ്റൊരു കൂട്ടർ മുഫസ്സിറുകൾ പറയുന്നത്, അവരിലുള്ള ദുർവാസനകളെ അല്ലാഹു സുബ്ഹാനഹു വതആല ഒഴിവാക്കുകയും സൽഗുണവാസനകളെ അല്ലാഹു സുബ്ഹാനഹു വതആല അവരിൽ സൃഷ്ടിക്കുകയും ചെയ്യും എന്നാകുന്നു. മറ്റൊരു വിഭാഗം മുഫസ്സിറുകൾ പറയുന്നത് ഇപ്രകാരമാണ്: ആത്മാർത്ഥമായ അവരുടെ പശ്ചാത്താപത്തിൻ്റെ ഫലമായി അവർ ചെയ്ത തിന്മകൾ അത്രയും നന്മകളായി മറിയും, അഥവാ അള്ളാഹു നന്മകളായി മറിക്കും എന്നാകുന്നു. ഇതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല സമൂഹത്തിന് വലിയ ഒരു പ്രതീക്ഷയുടെ ലോകമാണ് തുറന്നിടുന്നത്. ഈ വസ്തുത ബോധ്യപ്പെടുത്തുന്ന അനേകം ഹദീസുകൾ തന്നെയുണ്ട്. ഒരു ഹദീസിൽ മഹാനായ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു,
ഏറ്റവും അവസാനമായി നരകത്തിൽ നിന്ന് പുറത്തു വരികയും ഏറ്റവും അവസാനമായി സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന ഒരാളെ എനിക്കറിയാം. ഖിയാമത്ത് നാളിൽ അയാളെ ഹാജരാക്കപ്പെടും. അയാളുടെ വിഷയത്തിൽ ഇങ്ങനെ വിളംബരമുണ്ടാകും: അയാളുടെ വൻ പാപങ്ങളത്രയും എടുത്തുമാറ്റി ചെറുപാപങ്ങൾ അയാളുടെ മുന്നിൽ വെളിപ്പെടുത്തി കൊടുക്കുക. ചെറുപാപങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് അയാളോട് ചോദിക്കപ്പെടും, ഇന്ന ഇന്ന പാപങ്ങൾ ഇന്ന ഇന്ന സമയങ്ങളിൽ നീ ചെയ്തിരുന്നില്ലേ? അയാൾ അതേ എന്ന് മറുപടി പറയും. ഒന്നും നിഷേധിക്കാൻ അയാൾക്കാകില്ല. മാത്രമല്ല, ഇതിന് ശേഷം വലിയ പാപങ്ങളുടെ വിചാരണ വരാനുണ്ടല്ലോ എന്ന ഭീതിയിലുമായിരിക്കും അപ്പോൾ അയാൾ. ആ സമയം അള്ളാഹു അയാളോട് പറയും, നിന്റെ ഓരോ ദോഷങ്ങൾക്കും പകരമായി ഓരോ നന്മയുണ്ട്. ആ സമയം ആ മനുഷ്യൻ അള്ളാഹുവിനോട് ചോദിക്കും, അള്ളാഹുവേ, ഇന്ന ഇന്ന സമയങ്ങളിൽ ഇന്ന ഇന്ന തെറ്റുകൾ ഞാൻ അനുവർത്തിച്ചിരുന്നല്ലോ, അതൊന്നും ഇവിടെ കാണുന്നില്ലല്ലോ. ഇത് പറഞ്ഞുകൊണ്ട് മഹാനായ പ്രവാചകൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അണപ്പല്ലുകൾ പുറത്ത് കാണുന്ന വിധം ചിരിച്ചുപോയി എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയുന്നതാണ്. ഇതിലൂടെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യാശയുടെ ജീവിതമാണ് മനുഷ്യനിക്ക് നൽകുന്നത്. എപ്പോഴെങ്കിലും തെറ്റിലേക്ക് വഴുതി വീഴുന്ന മനുഷ്യരെ കാലാകാലം ദുഃഖത്തിൻ്റെയും സങ്കടത്തിൻ്റെയും ലോകത്തേക്ക് തള്ളിവിടാതെ അള്ളാഹു അവനെ സദാ തിരിച്ചെടുക്കാൻ സന്നദ്ധനായിരിക്കുന്നു എന്നുള്ള സന്ദേശമാണ് ഇതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യകുലത്തിന് നൽകുന്നത്. അതിനാൽ ജീവിതത്തിൽ ചെറു തെറ്റുകൾ സംഭവിക്കുന്ന ഒരു മനുഷ്യനെ വലിയ കുറ്റവാളിയായി ചിത്രീകരിക്കാനൊന്നും ഇസ്ലാമിക ശരീഅത്ത് ആരെയും അനുവദിക്കുന്നില്ല. കാരണം ചെറുപാപങ്ങൾ അവൻ്റെ സൽക്കർമ്മം നിമിത്തം മറ്റൊരു തൗബ കൂടാതെ തന്നെ പൊറുക്കപ്പെടുമെന്നാണ് ശരീഅത്തുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. വൻ പാപങ്ങൾ നിബന്ധനയോടുകൂടിയുള്ള തൗബ നിമിത്തവും പൊറുക്കുന്നു. അഥവാ ഇസ്ലാമിക ശരീഅത്തിൽ ഒരാളെ കുറ്റവാളി എന്ന് പറയണമെങ്കിൽ വൻ പാപങ്ങൾ ചെയ്യുകയും തൗബയില്ലാതെ മരണപ്പെടുകയും ചെയ്താൽ മാത്രമാണ് അയാളെ കുറ്റവാളി എന്ന് പറയുക. അല്ലെങ്കിൽ ചെറുപാപങ്ങൾ അവനിൽ അധികരിക്കുകയും ചെറുപാപങ്ങളെക്കാൾ നന്മകൾ അവനിൽ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായാൽ മാത്രമാണ് ശരീഅത്തിൻ്റെ വീക്ഷണത്തിൽ അവനെ കുറ്റവാളി എന്ന് പറയാൻ കഴിയൂ. ഇല്ലാത്ത കാലത്തോളം ആരെയും കുറ്റവാളി എന്ന് പറയാൻ ശരീഅത്തുൽ ഇസ്ലാം അനുവദിക്കുന്നില്ല എന്ന് നാം മനസ്സിലാക്കുക. ഇത്രത്തോളം വിശാലമായ രീതിയിലാണ് മനുഷ്യനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ മനുഷ്യനെ ബോധ്യപ്പെടുത്തുന്നത് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ ബോധ്യപ്പെടുന്ന നിലക്ക് ഉൾക്കൊള്ളുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.